നടി മേനകയ്ക്കും നിർമ്മാതാവ് സുരേഷ് കുമാറിനും 2 പെൺമക്കളാണ്. മൂത്തയാൾ രേവതി സുരേഷും രണ്ടാമത്തെയാൾ കീർത്തി സുരേഷും. 2 വർഷങ്ങൾക്ക് മുൻപ് വരെ മൂത്തമകൾ രേവതി സുരേഷിന് സിനിമയുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. എന്നാൽ രണ്ടാമത്തെയാൾ കീർത്തി തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ താരറാണിയും. സ്വന്തം ഇഷ്ടങ്ങളിലും തിരഞ്ഞെടുപ്പുകളിലും അത്രത്തോളം വ്യത്യാസമുണ്ടായിരുന്നു ഇരുവരും തമ്മിൽ. ഇപ്പോഴിതാ 2 പേരുടെയും വിവാഹവും ചർച്ചയാകുന്നത് ആ തരത്തിലാണ്. 2016 സെപ്റ്റംബർ 8-ാം തീയതിയായിരുന്നു രേവതി സുരേഷ് വിവാഹിതയായത്. ഗുരുവായൂരിൽ വെച്ച് നടന്ന ചടങ്ങുകൾക്ക് ശേഷം മലയാള സിനിമാ ലോകം മുഴുവൻ ഒഴുകിയെത്തിയ അതിഗംഭീരമായ വിവാഹ റിസപ്ഷനും സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ വീഡിയോകളാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത്. വിവാഹത്തിന് മുന്നോടിയായുള്ള ആഘോഷത്തിന് നടി മഞ്ജു വാര്യർ അടക്കം എത്തിയിരുന്നു. ഡാൻസും പാട്ടും ആഘോഷവുമെല്ലാമായി ഒരുക്കിയ ദിവസത്തിനു പിന്നാലെയാണ് ഗുരുവായൂരിൽ വെച്ച് താലികെട്ട് ചടങ്ങും നടന്നത്. പരമ്പരാഗത ചടങ്ങിൽ തന്നെയായിരുന്നു ആഘോഷങ്ങൾ. ബ്രാഹ്മണ വധുവായി സാരി ഉടുത്ത് കൈനിറയെ കുപ്പിവളകളിട്ട് കാലിൽ വെള്ളി പാദസരമിട്ട് സാധാരണ സ്വർണ്ണമാലകൾ അണിഞ്ഞപ്പോൾ ശ്രദ്ധ നേടിയത് തലയിൽ പ്രത്യേക തരത്തിലുള്ള ആഭരണമണിഞ്ഞതാണ്. അതൊഴിച്ചാൽ ബ്രാഹ്മണ വിവാഹത്തിന്റെ പ്രത്യേക ചടങ്ങുകളാണ് കല്യാണത്തിനുടനീളം കാണാൻ സാധിക്കുക. നിലത്തിരുന്ന് തേങ്ങ ഉരുട്ടുന്നതും പൂമാലയിടാൻ മത്സരിക്കുന്നതും വധൂവരന്മാരെ ഊഞ്ഞാലിരുത്തി ആട്ടുന്നതും ആരതി ഒഴിയുന്നതുമെല്ലാം വീഡിയോകളിൽ കാണാം. നടൻ ദിലീപ് അടക്കം പങ്കെടുത്ത വിവാഹമായിരുന്നു ഇത്. തുടർന്നാണ് അതിഗംഭീരമായ വിവാഹ റിസപ്ഷൻ നടത്തിയത്. മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും ജയറാമും പ്രിയദർശനും തുടങ്ങി മലയാള സിനിമയിലെ താരദമ്പതിമാരെല്ലാം ഒന്നിച്ചെത്തിയ വിവാഹമായിരുന്നു അത്. ആ ചടങ്ങിൽ അതിഥികളെക്കാളും മാറ്റു കുറഞ്ഞാണ് രേവതിയും ഭർത്താവും ഒരുങ്ങിയതും. എന്നാൽ ഇളയ മകൾ കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് തെന്നിന്ത്യൻ താരങ്ങളാണ് എത്തിയവരിൽ ഭൂരിഭാഗവും. ചുരുങ്ങിയ ആളുകളെ മാത്രം ക്ഷണിച്ചു നടത്തിയ വിവാഹത്തിൽ നിറയെ വജ്രാഭരണങ്ങളാണ് കീർത്തി ധരിച്ചത്. തമിഴ് ശൈലിയിൽ നടന്ന വിവാഹത്തിൽ അച്ഛൻ സുരേഷിന്റെ മടിയിലിരുന്ന കീർത്തിയുടെ കഴുത്തിലാണ് ആന്റണി താലി കെട്ടിയത്. മടിസാർ രീതിയിലായിരുന്നു സാരി അണിഞ്ഞത്. മാമ്പഴ കളറിലുള്ള സാരിയും പച്ച ബ്ലൗസുമായിരുന്നു വേഷം. സാരിക്ക് അനുയോജ്യമായി മുടിയും സെറ്റാക്കിയിരുന്നു. വേഷ്ടി അണിഞ്ഞായിരുന്നു ആന്റണി താലികെട്ടിന് എത്തിയത്. താലികെട്ടിന് ശേഷമായി മെറൂൺ കളറിലുള്ള സാരിയായിരുന്നു കീർത്തിയുടെ വേഷം. അതിനും അനുയോജ്യമായ വജ്രാഭരണങ്ങളായിരുന്നു അണിഞ്ഞത്. 8 വർഷത്തിന്റെ ഇടവേളകളിൽ 2 മക്കളുടെയും കല്യാണം നടത്തിയപ്പോൾ ആഘോഷങ്ങൾക്കും ചടങ്ങുകൾക്കും വധുവായി ഒരുങ്ങിയ രീതികൾക്കും വന്ന മാറ്റങ്ങളാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത്. വർഷങ്ങളായി അച്ഛനും അമ്മയും അനുജത്തിയുമെല്ലാം സിനിമാ താരലോകത്ത് നിറഞ്ഞു നിൽക്കുകയാണെങ്കിലും എല്ലാത്തിൽ നിന്നും വിട്ടുനിന്ന ആളായിരുന്നു രേവതി. രേവതി കലാമന്ദിർ എന്നാണ് താരകുടുംബത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരെങ്കിലും സിനിമയിലേക്ക് രേവതി ഒരിക്കലും ആകൃഷ്ടയായിരുന്നില്ല. എന്നാൽ 2 വർഷം മുമ്പാണ് രേവതി കലാമന്ദിർ നിർമ്മിച്ച കീർത്തിയും ടൊവിനോയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച വാശി എന്ന സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി രേവതി പ്രവർത്തിച്ചത്. ഒരു VFX ആർട്ടിസ്റ്റ് കൂടിയാണ് രേവതി. മുംബൈയിലായിരുന്നു താരം ഇതിനു മുമ്പ് പ്രവർത്തിച്ചത്. ഇപ്പോൾ ഭർത്താവിനൊപ്പം തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.